ഈ നാട് വിട്ടോടാനും ഞങ്ങൾ തയ്യാറല്ല. കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ജനത ജീവിച്ച നാടെന്ന് നാളത്തെ ചരിത്രത്തിൽ കേരളം സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ വണ്ടൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. CPI ദേശീയ നേതാവും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആനി രാജയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. ദാനം കിട്ടിയ മണ്ണല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും മണ്ണ്. 10,000-കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയും കണ്ണീരും വിയർപ്പും ഒഴുക്കിയെടുത്തതാണ് ഈ നാടിന്റെ ജനം. ഈ നാട് വിട്ടോടാനും ഞങ്ങൾ തയ്യാറല്ല. കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ജനത ജീവിച്ച നാടെന്ന് നാളത്തെ ചരിത്രത്തിൽ കേരളം സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ ആ സാക്ഷ്യപ്പെടുത്തലിനോടൊപ്പം കേരളത്തിന്റെ ആ മാറിടം പുലർത്താനെത്തുന്ന എല്ലാ വർഗീയ ശക്തികൾക്കും മുമ്പിൽ 3.5 കോടി മലയാളികൾ അണിനിരത്തിക്കൊണ്ട് ഇടതുപക്ഷം പ്രഖ്യാപിക്കുകയാണ്: വർഗീയ കോമരങ്ങൾക്ക് ചുടല നൃത്തം ചവിട്ടാൻ ഒരു തരി മണ്ണുപോലും ഈ കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഇടതുപക്ഷത്തിന്റെ ഉറച്ച പ്രഖ്യാപനം വണ്ടൂരിലെ മനുഷ്യ സ്നേഹികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ നയിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ തിരുവനന്തപുരങ്ങളെ നിരവധി ചോരകെയ്യുന്ന സമരാരംഭങ്ങളുള്ള വണ്ടൂരിന്റെ മണ്ണിലൂടെ കടന്നുവരുന്നു. നിങ്ങൾക്കിതിലൊരു നിലപാടുണ്ടോ? സംഘി നിയമം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല മനുഷ്യർ ജാതിയും മതവും ഒന്നും നോക്കാതെ ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാൻ, ഇടതോ വലതോ മുന്നിലോ പിന്നിലോ ആര് നിൽക്കുന്നു എന്ന് നോക്കാതെ, ഏത് ജാതിയിൽപ്പെട്ടവർ നിൽക്കുന്നു എന്ന് നോക്കാതെ ഒരുമിച്ച് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ഈ മണ്ണിൽ ഇത് നടപ്പിലാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ നൈറ്റ് മാർച്ചുകളും ഡേ മാർച്ചുകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ കൊടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നെഞ്ചുവിരിച്ചു പോരാടി അവരെ പരാജയപ്പെടുത്തിയ മുസ്ലിം സഹോദരങ്ങളുടെ പേരാണ് ആ മേവാത്തിലെ സ്മാരകത്തിൽ മേലെ മുതൽ താഴെ വരെ നൂറുകണക്കായ മുസ്ലിം സഹോദരങ്ങൾ, ആ മുസ്ലിം സഹോദരങ്ങൾ പോരാടി നേടിയ, അതുപോലെ ഈ രാജ്യത്തെ ആയിരക്കണക്ക്, 10,000-കണക്ക്, ലക്ഷക്കണക്കായ മനുഷ്യർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി ജീവൻ കൊടുത്ത് നേടിയ ഈ സ്വാതന്ത്ര്യം, ആ മനുഷ്യരുടെ രക്തത്തിലും ഡെഡ് ബോഡിയിലും ചവിട്ടി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഒരു ഇല പോലും അനക്കാതിരുന്ന RSSന്റെ നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്
ഈ രാജ്യത്തെ എങ്ങനെ വേണമെങ്കിലും പിച്ചു എന്നതിനു വേണ്ടിയല്ല. ഈ രാജ്യത്ത് അംബേദ്കർ നൽകിയ, ഈ രാജ്യത്തിന് നൽകിയ നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ അന്തസ്സത്ത എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം, അതാണ് ആ ഭരണഘടനയുടെ അന്തസ്സത്ത. അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മതേതരത്വം, ജനാധിപത്യം എന്നാണ്. ആ മതേതരത്വവും ജനാധിപത്യവും അലർജിയായിരിക്കുന്ന RSSകാരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും RSSനാൽ നയിക്കപ്പെടുന്ന, സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഫാസിസ്റ്റുകളുടെ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി. ഫാസിസ്റ്റാണ് നരേന്ദ്രമോദി എന്നുള്ളതിന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ISI നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുഴൽക്കിണറുകൾ. ടീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.